ബായി എഴുതുന്നത്. ശ്രമിക്കുക. ക്ലിയോ ബേബി, നീ പല്ലിയേക്കണ്ടേ? പല്ലി തേക്കണ്ടേ പൊന്നിന്? നോക്കി പല്ലി തേക്കണ്ടേ? ഞങ്ങളുടെ കുഞ്ഞുവാമാരുടെ ബ്രഷും പേസ്റ്റും കേട്ടാ. രണ്ട് സൈഡിലും വെക്കും. കാരണം ഏത് വഴിയാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല ഇവരെ. ഭയം ഇവരെ കൊണ്ട് ഭയം. എൻ്റെ ദേഹത്തെല്ലാം പേസ്റ്റാക്കി, എൻ്റെ ദേഹത്തെല്ലാം പേസ്റ്റാക്കി. ഒന്ന് സഹകരിക്കുമോ മേഡം? മേഡം ഒന്ന് സഹകരിക്കുമോ? ഇതാണ് നമ്മുടെ ക്ലിയോ മേഡം. ക്ലിയോപാട്ര ആസ് നോൺ ആസ് ക്ലിയോ. ഇവിടുത്തെ ഏറ്റവും വലിയ കുറുമ്പത്തി, ഏറ്റവും മിടുക്കി, ഏറ്റവും സുന്ദരി. നമുക്കൊരു മോളേ ഉള്ളൂ. ആ മോള് ഭയങ്കര സുന്ദരിയാണ്, തക്കുടുമാണ്, തട്ടിന് മുറ്റ് പൊന്നാണ്. നോക്കട്ടെ അമ്മ നോക്കട്ടെ. ഇടത്തുനിന്ന് വായില്ലോ പൊന്ന കടി കഴിക്കാൻ പറ്റുമോ? ഞാൻ പല്ല് കാണിച്ച് സമ്മതിക്കില്ല. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇപ്പം ബ്രഷ് ഇട്ട് എൻ്റെ കൈയും കാലും ഒക്കെ കഴിയ പോലായി. കുളിക്കാം. ഇവിടെ നീങ്ങിക്കും മേഡം. ഞാൻ അങ്ങോട്ട് നിൽക്കും. അതിന് ആ വൈറ്റ് ബോട്ടിൽ ഷാമ്പൂ ഇങ്ങനെ തരുമോ? അതാണ് ക്ലിയോയുടെ ഷാമ്പൂ. അയ്യോ, ആ റൗണ്ട് ബ്രഷ് എടുത്തില്ല. മമ്മിയോടൊന്ന് പറയുമോ? ആ ടീപ്പോടെ അടിയിലിരിക്കുന്നത് കുട്ടനാണോ? അമ്മയുടെ കുട്ടാണോ? ക്ലിയോ അമ്മയുടെ പൊന്നാണോ? ആ പൊന്നു കുട്ടനോ? ആമി പൊന്നാണോ ഡീ? ആമി സ്വത്താണോ ഡീ? ഇത് സിലിക്കൺ ബ്രഷാണ്, നല്ല സുഖം വെച്ച്. നമുക്കാണെങ്കിൽ ചൊറിയാൻ നല്ലതാണ് കേസ്. ഞാൻ ലുലു പോയപ്പോൾ കണ്ടപ്പോൾ എടുക്കാം. ക്ലിയോ അമ്മയുടെ പൊന്നാണോടി? ക്ലിയോ അമ്മയുടെ മുറ്റാണോടി? ചൊത്തുപണിയാണോ? മുത്തുപണിയാണോ? നോക്കി
കാട്ടി വൃത്തിക്ക് ബാ. നമ്മുടെ വീട്ടിലെ സുന്ദരി എങ്ങനെയുണ്ട്? ചിരിച്ചു കാണിച്ചേ. സുന്ദരി മോളും ചിരിച്ചു കാണിച്ചേ. സുന്ദരി കുട്ടി ചിരിച്ചു കാണിച്ചേ. അവിടെ നോക്ക്. സുന്ദരിയല്ലേ എൻ്റെ മോള്? നിങ്ങൾ പറഞ്ഞേ. നമ്മൾ ഇടയ്ക്കൊക്കെ കൊണ്ടുപോകും, ഗ്രൂമിങ് സെൻറ്ററിൽ കൊണ്ടുപോയൊക്കെ ചെയ്യിപ്പിക്കും. പക്ഷേ പരമാവധി ഒഴിവാക്കും. ആരോഗ്യമുണ്ട്, ശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലും കുളിപ്പിക്കും. എന്താണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയ പല അസുഖങ്ങളും ഒക്കെ ഉള്ള ഡോഗ്സ് വരുന്ന സ്ഥലമായതുകൊണ്ട് ഒരു പേടിയാണ്. എന്നാലും ഇടയ്ക്ക് നമുക്ക് പറ്റാത്ത സമയമില്ലാത്ത സമയത്തൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. വേറെ നിവൃത്തിയില്ല വരുമ്പോൾ. ക്ലിയോനെ ഇപ്പം സ്പ്രേ ചെയ്തിട്ട് ഒരു 2 മാസമൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പം സ്പ്രേയും കഴിഞ്ഞിട്ട് അവളെ ആക്ച്വലി പിന്നെ നമ്മളിപ്പോൾ 2 പ്രാവശ്യം വീട്ടിൽ കുളിപ്പിച്ചിട്ടുള്ളൂ. കാരണം നമുക്ക് മുറിവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാവുമോ, കരിഞ്ഞിട്ടുണ്ടാവുമോ, അങ്ങനെയൊക്കെ ഒരു പേടിയായിരുന്നു കുറച്ച് ദിവസം. ഇവളെ ഞാനൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇങ്ങനെ ആരെങ്കിലും അഡോപ്റ്റ് ചെയ്യുമോ, ഒരു വീട്ടിൽ 3-4 നാടൻ നായ്ക്കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ്, ഒരു അഡോപ്ഷൻ ഗ്രൂപ്പിൽ പോസ്റ്റ് കണ്ടപ്പോൾ അതിൽ പെൺകുട്ടീനെ തരുവാണെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ചോദിച്ച് വാങ്ങിച്ച പെണ്ണ കേട്ടോ അവള്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു നാടൻ പെൺകൊച്ച് വേണമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ആഫ്രിക്കയിൽ നിന്ന് വന്നത് തന്നെ. ഞാനിവിടെ ഒരു നാടൻ പെണ്ണിനെ എടുക്കുന്നു. ഇന്ന് മുതൽ ഇവിടെ എൻ്റെ കൂടെ ആയിരുന്നു 3 വർഷമല്ല. പിന്നെ ഇവരെല്ലാവരും വന്നു കഴിഞ്ഞപ്പം ആണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇടാനൊക്കെ തുടങ്ങിയത്. എന്നിട്ട് നിന്നേ പൊന്ന, എന്നിട്ട് നിന്നേടി, നിന്ന് കഴിഞ്ഞു. എൻ്റെ കീഴിൽ മാറാൻ നിൽക്കുകയാണ്, അതേ ഉള്ളൂ. എന്നോട് പറ്റി നിൽക്കും കുളിപ്പിക്കുമ്പോൾ. പണി കൊണ്ട് തിരിഞ്ഞേ, അമ്മ നോക്ക്, അമ്മ നോക്കിയോ ക്ലിയോ, അമ്മ നോക്കിയടി ക്ലിയോ പണി. ഇവിടെ ഒരു പഞ്ച ഭാവമാ, സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇച്ചിരി പൊസസീവാ, ടെൻഷൻ കുശുമ്പും ഉണ്ട്. സിയാലും എൻ്റെ അടുത്തോട്ട് വരാൻ സമ്മതിക്കത്തില്ല. അങ്ങനൊരു പ്രശ്നമാണ്, അവനെ ഓടിക്കും. അതുകൊണ്ട് പാപ്പു വന്നേ പിന്നെ ഇവിടെ ഇന്നാണ് ആദ്യമായിട്ട് നമ്മൾ താഴേക്ക് ഇറക്കുന്നത്. മുകളിൽ തന്നെയാണ് വാസം. ഞാനിവിടെ പാപ്പുവിനെ കൊഞ്ചിക്ക് എടുക്കുക ചെയ്യുന്ന കേട്ട് ക്ഷമയില്ലാത്ത ജീവിതമായിരുന്നു. മുകളിൽ 10 ദിവസമായി ഏകദേശം.
സുന്ദരിയായോ? എടുത്തോ? എലിയൊക്കെ പോലെ പാപ്പു പാപ്പു വായിലതാ വരുന്നത്. മിക്കവാറും മരനെ കൊല്ലും പാപ്പു പാപ്പു എന്ന് വിളിച്ചിട്ട്. ഡ്രയറിടാം. അയ്യോ അയ്യോ കഴിയാറാകും. മറ്റവനെ ആ സമയം കൊണ്ടൊന്ന് വെള്ളി